ഇസ്ലാമി എന്താണെന്ന് ഈ രാജ്യത്തിന് നന്നായിട്ട് അറിയാം. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഓടി വിളിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പാർട്ടിയുടെ പേരല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് വളരെ സുതാര്യമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ 75 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രാക്ക് റെക്കോർഡ്സ് ഈ രാജ്യത്ത് ഒരു തുറന്ന പുസ്തകമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മാർക്കറ്റിൽ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി പൈസ അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വായിക്കാം, 5 പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ആ ഭരണഘടന നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി സുതാര്യമായ ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വളച്ചുകെട്ടുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ സാർവദേശീയ പാർട്ടിയാണെന്ന്, അതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട്. CPM-കാരാ, ദയവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ആർക്കാണ് യഥാർത്ഥത്തിൽ സാർവദേശീയ ബന്ധമുള്ളത്? ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സാർവദേശീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അഥവാ കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ഒക്കെ ആശയപാതയിലൂടെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. കാൾ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. ലെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. ആരാണവർ? ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയവരാ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ 10 രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 10 രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ച ഭരണകൂടങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ജോസഫ് സ്റ്റാലിൻ. റഷ്യ ഭരിച്ച ജോസഫ് സ്റ്റാലിൻ എത്ര ആളുകളെ കൊന്നത്? 4.5 കോടി ജനങ്ങളെ. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് കൊന്നുതള്ളിയ ജനങ്ങളുടെ എണ്ണം 4.5 കോടി ജനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെ ഒരു രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊല നടത്തിയ പാരമ്പര്യമുള്ള CPM-കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണെന്ന് പറയുന്നത്. കംബോഡിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്, പോൾപോട്ട് എന്ന് പറയുന്ന അവിടെ ഏകാധിപതിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ രാജ്യത്തെ ജനസംഖ്യയുടെ 4/1 ഭാഗത്തെ കൊന്നുകളഞ്ഞു. എന്തിന്റെ പേരിൽ? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി. നിങ്ങൾ പോൾപോട്ടിന്റെ കംബോഡിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജനസോയിഡ് നടപ്പിലാക്കിയ ഒരു പ്രദേശം ഇന്നും കാണാം. അവിടെ ഒരു മരമുണ്ട്, ഒരു മരത്തടി. ആ മരത്തടി എന്തായിരുന്നു അറിയോ? ആ മരത്തടിയിലാണ് നിരപരാധികളായ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, എട്ടും പോട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ 2 കാലം പിടിച്ച് തലക്കടിച്ചു കൊന്ന ആ മരക്കുറ്റി ഇന്നും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ക്രൂരത കാണിച്ച നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദികളും തീവ്രവാദികളും എന്ന് പറയുന്നത്. മാവോ സേതുങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിലെ നേതാവ് ചൈനയിൽ എത്ര പേരെയാ കൊന്നത് എന്ന് CPM-കാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത്രമാത്രം മനുഷ്യരെ ഈ ലോകത്ത് കൊന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ 9.5 കോടിയിലധികം വരുന്ന ജനങ്ങളെ ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൊന്നൊടുക്കിയ ലോകത്ത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒന്നാമത്തെ പാറ്റന്റ് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ലോകത്തിലെ നമ്പർ 1 പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പാരമ്പര്യത്തിൽ CPM ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ ഫോട്ടോയുണ്ട്, ലെനിന്റെ ഫോട്ടോയുണ്ട്, എംഗൽസിന്റെ ഫോട്ടോയുണ്ട്. എറണാകുളം ജില്ലയുടെ പാർട്ടി ഓഫീസിന്റെ പേര് ലെനിൻ സെന്റർ എന്ന. ആരാ ലെനിൻ? ലെനിൻ ആരാണ്? ഈ പറയുന്ന അതിഭീകരമായ ഭീകരമായ ഉള്ളടക്കത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കിയ വക്താക്കളെ ഇന്നും കൂവിട്ട് പൂജിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദം പറയാം. ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ്. അതിന്റെ ട്രാക്ക് റെക്കോർഡ്സ് ഒരു ഓപ്പൺ പുസ്തകമായി നമ്മുടെ മുമ്പിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല. നിങ്ങൾ പലതും മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം 1942 ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിക്കളഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗലാന മൗദൂദിയ അല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിക്കളഞ്ഞത്.
1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ സ്വാതന്ത്ര്യത്തെ തള്ളിക്കളഞ്ഞ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയല്ല, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1948 കൽക്കട്ട തിസീസ് എന്ന് പറയുന്ന സാധ്യമല്ല, സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് തീസീസ് ഉണ്ടാക്കി. ആ തീസീസ് ഇന്ത്യ രാജ്യത്ത് 2 വർഷം നടപ്പിലാക്കിയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദികളും തീവ്രവാദികളും എന്ന് പറയുന്നത്. എന്താ എവിഡൻസ്? എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദം കാണിച്ചതിന്റെ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. ബീഹാറിലെ പാറ്റ്നയിൽ നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ജമാഅത്തുകാരുടെ സമ്മേളനത്തിൽ പോയത്? അവര് മുസ്ലിം സംഘടനയല്ലേ, രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ആളുകളാണല്ലോ, അതിന് നിങ്ങൾ എന്തിനാ പോയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പിറ്റേ ദിവസം ഈ ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം വെളിവാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് കൊടുത്തു. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുപറ്റം സാധുക്കളുടെ സമ്മേളനമാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്ന സാധുക്കളല്ല, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അവരുടെ സമ്മേളനത്തിൽ ഇനിയും എന്നെ ക്ഷണിച്ചാൽ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ നടന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഈ പ്രസ്ഥാനത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന തിട്ടൂരം നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ എടുത്തു വെക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ അതുകൊണ്ട് വിരട്ടി അതിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വ്യക്തികളുടെ സ്വർഗത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയൊന്നുമില്ല. അത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. 51 വെട്ടിവെട്ടിക്കൊണ്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ കുലംകുത്തിയായി തീരുമാനിച്ചുകൊണ്ട് വെട്ടിക്കൊണ്ടിട്ട് ആ വെട്ടിക്കൊണ്ട കൊലപാതകികൾ പോയ വാഹനത്തിന്റെ പിന്നിൽ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ച പാർട്ടിയാണ് CPM-കാർ. അതിന്റെ തുടർച്ച നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കല്ലേ. വടകരയില് പിന്നെ നമുക്കറിയാം ഷാഫി പറമ്പിൽ. വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ തോതിൽ അവിടെ മത്സരം കാഴ്ചവെച്ച് UDF വിജയിക്കുമെന്നായപ്പോ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം ഒരു വലിയ സ്ക്രീൻഷോട്ട് പുറത്തു വരാം. കാഫിർ സ്ക്രീൻഷോട്ട്. എന്താ കാഫിർ സ്ക്രീൻഷോട്ട്? കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതുകൊണ്ട് മുസ്ലിമായ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ പാടില്ല, മറുവശത്ത് കാഫിറാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ട് വരുമ്പോൾ ആ സ്ക്രീൻഷോട്ട് ആരാണോ സ്ക്രീൻഷോട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തത്, ആ പരാതി കൊടുത്ത DYFI-കാരന്റെ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് ആ സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപിച്ചത് എന്ന് ഇന്ന് വളരെ പരസ്യമായി കഴിഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം കേരളത്തിൽ 2 മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഒരു പരസ്യം വന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-കാരനായ വ്യക്തി കോൺഗ്രസിലേക്ക് മാറിയപ്പോ ആ കോൺഗ്രസിലേക്ക് വന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല RSS-ന്റെ ചരിത്രത്തെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് 2 മുസ്ലിം പത്രത്തിൽ മാത്രം പരസ്യം വരിക. അന്ന് തന്നെ മാതൃഭൂമിയിലും ഹിന്ദുവിലും ഒക്കെ പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനകത്ത് വർഗീയമായ വിദ്വേഷത്തിന്റെ ആ മനോഭാവം മാളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പാർട്ടിയുടെ പേരാണ് CPM. ഈ CPM-കാര് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറാണ്. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഭീകരവാദം പ്രചരിപ്പിക്കുക. നിങ്ങൾ ആർക്കൊക്കെ മരുന്നിട്ട് കൊടുക്കുന്നത്? എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന് പറയുന്ന പ്രദേശത്ത് 2 വൈദികന്മാർക്കിടയിൽ 2 വിഭാഗമായി മാറുകയും അങ്കമാലി അതിരൂപതയിലുള്ള വൈദികന്മാർ 2 ഗ്രൂപ്പുകളായി മാറി അവർക്കിടയിൽ കുർബാന എങ്ങനെ നടത്തണമെന്ന വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ ആ തർക്കത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് കാസക്കാര് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ ആരാ മരുന്നിട്ട് കൊടുത്തത്? ഗോപൻ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയിലെ ഒരു മനുഷ്യന് മരിച്ചുപോയി. സ്വാഭാവികമായും മനുഷ്യൻ മരിച്ചു പോകും. പക്ഷെ അയാളെ സമാധിയാക്കിയപ്പോ അതിന്റെ പിന്നിൽ നാട്ടുകാർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതൊരു വലിയ പ്രശ്നമായി മാറുമ്പോ അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു ഇതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ്. ഇങ്ങനെ എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയായി ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ഈ നാട്ടിന്റെ മുമ്പിൽ ഈ സ്വഭാവത്തിൽ വികൃതമാക്കുന്നതിൽ ആർക്കാണ് ഉത്തരവാദിത്വം?
ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSSനേക്കാൾ സംഘപരിവാറിനേക്കാൾ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക BJP ആണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വ്യായാമത്തിന് പോലും ഇറങ്ങാൻ പറ്റില്ല. കാരണം അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാ. മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമമുറ ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, സ്വാഭാവികമായും സുന്നികളുണ്ട്, മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും അതിലുണ്ട്, മനുഷ്യന്മാർ എന്ന നിലക്ക്. കാരണം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വ്യായാമം നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷേ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയ. ആരാ പറയുന്നത്? CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ കിട്ടും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ്. ആ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് കാണണം. അയാൾ പറയുമ്പോ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പിന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തു നിന്ന് ഒന്നാമതായി പുറത്താക്കുക ഇവിടെയുള്ള ഹിന്ദുക്കളെയാണ്. ആരാ പറയുന്നത്? വത്സന്റ് ലങ്കേരിയല്ല. ആരാ പറയുന്നത്? ശശികല ടീച്ചറല്ല. ശശികല ടീച്ചറെയും വത്സന്റ് ലങ്കേരിയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരം വർഗീയപരമായ അത്യധികം വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തി ഈ രാജ്യത്തെ അപകടകരമായ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഇന്ന് BJP-യേക്കാൾ കൂടുതൽ CPM ആണെന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് CPM-ന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതാരാ? ഇവിടെ BJP-ക്കാരാ. പ്രതിഭ എന്ന് പറയുന്ന ആലപ്പുഴയിലെ MLA, ആ MLA-യുടെ മകന് ഒരു ലഹരി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ പിടിക്കപ്പെട്ടു. പത്രങ്ങളും ചാനലുകളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും പ്രതിഭ എന്ന് പറയുന്ന MLA-യുടെ മകൻ കൂടി പ്രതികളായ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷെ പ്രതിഭ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു മീഡിയ വണ്ണുകാരാണ് ഇതിന്റെ പിന്നിൽ, അവർക്ക് ചില മതപരമായ താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിൽ നേരെ കുതിര കയറിക്കൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോ ആ തിരിച്ചുവിട്ട പ്രതിഭക്ക് ഒന്നാമതായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയിലെ കായംകുളത്ത് വന്നത് പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ അല്ല, BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എന്നുകൊണ്ട് പ്രസംഗിച്ചതെന്താ? പ്രതിഭ CPM വിട്ടുകൊണ്ട് BJP-യിലേക്ക് വരണം. BJP-യിലേക്ക് വന്ന പരസ്യമായി പറഞ്ഞു. ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അതിന് പ്രതിഭയോ CPM-ന്റെ നേതാക്കന്മാരോ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കകം 500-ലധികം വരുന്ന CPM-ന്റെ പ്രവർത്തകര് BJP-യിലേക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇങ്ങനെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഈ ആരോപണങ്ങൾ ഒരു വശത്ത് ഉന്നയിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ മറച്ചുപിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ, മാനവകുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി